السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറ അൽ മുൽക്കിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. പ്രസ്തുത അധ്യായത്തിലെ 6 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ചും അവൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന ആയത്തുകൾ മനുഷ്യനെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇനി അങ്ങനെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നൽകിയിട്ട് ആ യാഥാർത്ഥ്യങ്ങളെ ഈ ലോകത്ത് നിഷേധിക്കുന്ന മനുഷ്യർക്കും അതിൻ്റെ അനുയായികൾക്കുമുള്ള ചില താക്കീതുകളാണ് തുടർന്നുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. 6-ാമത്തെയും 7-ാമത്തെയും ആയത്ത് നമുക്ക് ആദ്യം വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅ്സൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ ശഹീഖൻ إذا ألقوا فيها سمعوا لها شهيقا وهي تفور. ഈ 2 ആയത്തുകളുടെ നേർക്കുനേരെയുള്ള അർത്ഥം വലില്ലദീന കഫറു ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരായോ ആരോ അവർക്ക് അദാബു ജഹന്നം, അവർക്ക് നരകശിക്ഷ ഉണ്ടായിരിക്കും. വബിഇസൽ മസീർ, വബിഇസ എന്ന അറബിയിലെ പ്രയോഗം ഏറ്റവും മോശമായതിനാണ്. വബിഇസ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീത്ത അല്ലെങ്കിൽ ഏറ്റവും മോശമായത്, അൽ മസീർ ആ നരകമെന്ന ചെന്നു ചേരാനുള്ള സങ്കേതം എന്ന് അള്ളാഹു തന്നെ നരകത്തെ വിശേഷിപ്പിക്കുകയാണ്. 1-ാമത്തെ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരായ ആരോ അവർക്ക് നരകശിക്ഷയുണ്ട്, അത് വളരെ മോശം സ്ഥലം തന്നെയാകുന്നു. ഇദാ ഉൽഖൂ ഫീഹ, ആ നരകത്തിലേക്ക് അവർ വലിച്ചിടപ്പെട്ടാൽ, എറിയപ്പെട്ടാൽ, സമിഉ അവർ കേൾക്കുന്നതാണ്, ലഹ ആ നരകത്തിനുണ്ട്, ഷഹീഖൻ ഒരു ഗർജനമുണ്ട്. മാത്രമല്ല വഹിയ തഫൂർ അതിങ്ങനെ തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ തിളച്ചുമറിയുന്ന ആ നരകത്തിന് പ്രത്യേകതരം ഗർജനമുണ്ടായിരിക്കും. നരകവുമായി ബന്ധപ്പെട്ട എല്ലാ അതിൻ്റെ വിശേഷണങ്ങളും ഏറെ ഭീതിതമാണ്. നമുക്കറിയാം അതിനർത്ഥം ഇസ്ലാം വെറും
ഈ നരകം പറഞ്ഞു പേടിപ്പിക്കുന്നു എന്നല്ല. അങ്ങനെ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ അധികം സ്വർഗത്തിന്റെ ആനന്ദദായകമായ അവസ്ഥകളെയും അതിലെ ജീവിതത്തെയും കുറിച്ച് ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ കാഠിന്യത്തെക്കുറിച്ച് പറയുക, അതാണ് ഖുർആനിന്റെ ഒരു ശൈലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിഷേധികളും ഈ ലോകത്തിലേക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ട് അവയെല്ലാം തിരസ്കരിച്ച് അവരെ നിഷേധിച്ച് ജീവിച്ച ആളുകൾ, അവരാണല്ലോ യഥാർത്ഥത്തിൽ റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ആറാമത്തെ ആയത്തിന്റെ ആദ്യം അള്ളാഹു പറയുന്നത് വലില്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരാരോ അവർക്ക് എന്തുണ്ട്? അദാബു ജഹന്നം, അവർക്ക് നരകശിക്ഷ ഉണ്ടായിരിക്കും. അത് വളരെ മോശമാണ് എന്ന് അള്ളാഹു തന്നെ മനുഷ്യർക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ആ നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള പണിയെടുക്കാനാണ് പടച്ചവൻ നമ്മളോട് പറയുന്നത് എന്നർത്ഥം. ഇനി നരകത്തിന്റെ ഒരു അവസ്ഥ ഒന്നുകൂടെ അള്ളാഹു വിശദീകരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന കാര്യം ഇദാ ഉൽഖൂ ഫീഹ, അതിലേക്ക് അവർ വലിച്ചെറിയപ്പെടുമ്പോൾ ആ നരകത്തിന് അതിന്റെ തിളച്ചുമറിയലും അതിന്റെ ഭീകരതയും കാരണം അതിനൊരു ഗർജനമുണ്ടായിരിക്കും. ആ ഗർജനം അതിലേക്ക് എറിയപ്പെടുന്ന ആളുകൾ കേൾക്കുമെന്ന് പറയുന്നു. അതെല്ലാം അവരുടെ ഭീതിയും അവരുടെ ഭയവും വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ്. ഒരിക്കലും നരകം ആ നരകവാസിക്ക് ആശ്വാസമേകുന്ന ഒന്നല്ല. അതിലെ എന്തൊരു സംഗതിയാണെങ്കിലും അത് കൂടുതൽ അവന് വേദന ഉണ്ടാക്കുന്നതാണ്, കൂടുതൽ അവന് ശിക്ഷ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവിടെയുള്ള വെള്ളം, അവിടെയുള്ള ഭക്ഷണം, അവിടെയുള്ള വിരിപ്പ്, അവിടെയുള്ള കിടക്ക, എല്ലാറ്റിനെ കുറിച്ചും ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം അവനൊരിക്കലും ആശ്വാസം നൽകുന്നതല്ല. അവൻ വെള്ളത്തിനു വേണ്ടി അപേക്ഷിക്കുമ്പോൾ അള്ളാഹു അവന് വെള്ളം കുടിക്കാൻ കൊടുക്കും. പക്ഷെ ആ വെള്ളം കുടിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അതവന്റെ മുഖങ്ങളെ കരിച്ചു കളയും എന്ന് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. യശ്ഫിൽ വുജൂഹ് ബീസ് ശറാബ് വസാഅത്ത് മുർത്തഫഖ, വളരെ മോശം പാനീയം അത്രയത്. ഇനി ഭക്ഷണത്തെക്കുറിച്ചും പല സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം ഖുർആൻ സൂറത്തുൽ ഗാശിയയിൽ പറയുന്നു, ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ലരീ, ലരീ എന്ന കൈപ്പുറ്റ ചെടിയിൽ നിന്നല്ലാതെ അവർക്ക് ഭക്ഷണം ഉണ്ടായിരിക്കുകയില്ല. ആ ഭക്ഷണം ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, അതവന്റെ വിശപ്പിന് ശമനമാവുകയോ അതല്ലെങ്കിൽ അവന് ആശ്വാസം നൽകുന്നതോ അല്ലെങ്കിൽ പോഷണം നൽകുന്നതോ ആയിരിക്കുകയില്ല. ചുരുക്കത്തിൽ എല്ലാം അവിടെ അവന് ലഭിക്കുമെങ്കിലും ഒന്നും അവന് ആശ്വാസം നൽകുന്നതല്ല, അവന്റെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകുന്നതല്ല. അത്രയും മോശമായൊരു സങ്കേതമാണ് ആ നരകം. അത് റബ്ബിനെ നിഷേധിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. അടുത്ത 2 വചനങ്ങളിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. തകാദു തമയ്യസു മിനൽ ഗൈള് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ഈ 2 ആയത്തുകളുടെയും നേർക്കുനേരെയുള്ള അർത്ഥം എന്താണെന്ന് നോക്കാം. ഖാലു, ആ നരകത്തിൽ അവർ അതിലേക്ക് എറിയപ്പെടുമ്പോൾ ആ നരകത്തിന്റെ ആളുകളുണ്ടല്ലോ, അതിന്റെ കാവൽക്കാർ, ആ കാവൽക്കാർ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. പക്ഷേ ഈ നരകത്തിലേക്ക് അവരെത്തിപ്പെടുമ്പോൾ തകാദു തമയ്യസു മിനൽ ഗൈർ എന്ന് പറഞ്ഞാൽ ആ കോപനിമിത്തം അത് പൊട്ടിപ്പിളരുമാറ് ആകും എന്നാണ് ഖുർആൻ പറയുന്നത്. അഥവാ ഒരിക്കലും അവർക്കൊരു ആശ്വാസം നൽകുന്ന ഒരു സ്വീകരണമല്ല നരകത്തിൽ അവർക്ക് ലഭിക്കുന്നത്. അതിലേക്ക് അവർ എറിയപ്പെടുമ്പോൾ തന്നെ നരകം അത് കോപനിമിത്തം അല്ലെങ്കിൽ അതിന്റെ ആ കാഠിന്യം കാരണം അത് തിളച്ചു മറിയുന്നതായി ആയിക്കൊണ്ടിരിക്കും. മാത്രമല്ല കുല്ലമ ഉൽഖിയ ഫീഹ ഫൗജുൻ, ഫൗജുൻ എന്ന് പറഞ്ഞ സംഘം, ഈ നരകത്തിലേക്ക് അതിന്റെ ആളുകളെ സംഘങ്ങളായി എറിയപ്പെടുമ്പോഴെല്ലാം അല്ലെങ്കിൽ അതിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴെല്ലാം സഅലഹും ഖസനതുഹ,
അതിന്റെ കാവൽക്കാർ, ആ നരകത്തിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ, താക്കീതുകാരൻ വന്നില്ലായിരുന്നോ എന്ന്. ഇത് ആ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരിക. അതിന് ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. ഈ സമയങ്ങളിൽ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഈ ആളുകളെ നരകത്തിലേക്ക് എറിയുന്ന വേളയിൽ അവരോട് ഈ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നോ എന്ന്. അപ്പൊ അവര് പറയുന്ന ഉത്തരം എന്താ അറിയോ? ഖാലു ബല, അതെ ഞങ്ങൾക്ക് വന്നിരുന്നു. ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു. പക്ഷേ ഫകദ്ദബിന, ഞങ്ങൾ എന്ത് ചെയ്തു? അവരെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. മാത്രമല്ല വഖുൽന മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, ഞങ്ങൾ ഇങ്ങനെ അവരോട് പ്രതികരിക്കുകയും ചെയ്തു. എങ്ങനെ? മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല, ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ്, നിങ്ങളുടെ വകയായി അവതരിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനെ എന്ത് ചെയ്തിരുന്നു? നിഷേധിച്ചിരുന്നു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങൾ വലിയ വഴികേടിലാണ് എന്നും ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ അവരവരുടെ സമുദായങ്ങളിലേക്ക് വന്ന സന്ദർഭങ്ങളിൽ ആ പ്രവാചകന്മാർ ഈ നരകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചൊക്കെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയ സന്ദർഭത്തിൽ എന്തൊരു വാക്കായിരുന്നോ അവർ പറഞ്ഞത്, അതേ വാക്ക് തന്നെ എടുത്തുദ്ധരിക്കുകയാണ്. ആ വാക്ക് അവർ പരലോകത്ത് നരകത്തിലേക്ക് എറിയപ്പെടുന്ന വേളകളിൽ അവർ പറയുമെന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പറയാനും ഇങ്ങനെ മലക്കുകളുടെ ചോദ്യത്തിനും പ്രത്യേക ചില താല്പര്യങ്ങളുണ്ട്. നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് താൻ നരകത്തിലേക്ക് പോകുന്നത് എന്ന് ഓരോ മനുഷ്യനും അറിയാൻ കഴിയും. കാരണം എന്താ? മലക്കുകൾ, ആ നരകത്തിന്റെ കാവൽക്കാർ എന്ന് പറയുമ്പോൾ ഖുർആൻ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ മറ്റു ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഖുർആനിന്റെ വേറെ ചില ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഖുർആനിലെ ഒരു സ്ഥലത്ത് പടച്ചവൻ അവരെ കുറിച്ച് പറഞ്ഞത് ലവാഹത്തുൻ ലിൽ ബശർ അലൈഹ തിസ്അത അശർ, തൊലിയുരിച്ചു കളയുന്ന നരകം, ആ നരകത്തിന് 19 കാവൽക്കാരുണ്ട് എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താണ് ഈ 19 കാവൽക്കാർ, അല്ലെങ്കിൽ ആ എണ്ണത്തിന്റെ സവിശേഷത എന്താണ്? അതൊന്നും നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എങ്കിലും അവരെ സബാനിയത്ത് എന്നാണ് പടച്ചവൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. നരകത്തെ കാക്കുന്ന, അല്ലെങ്കിൽ നരകത്തിന്റെ കാവൽക്കാരായ മൊത്തം മലക്കുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പേര്, ആ സംഘത്തിന് നൽകിയിട്ടുള്ള പേര് വിശുദ്ധ ഖുർആനിൽ അസ്സബാനിയ എന്നാണ്. അസ്സബാനിയ 19 പേരാണ് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ആ 19 അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്താണ് എന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞു തരാതെ നമ്മൾക്ക് അറിയുകയില്ല. ഏതായിരുന്നാലും അത് ആ നരകത്തിന്റെ കാവൽക്കാരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്ത് അവരെ കുറിച്ച് പറഞ്ഞത് അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അലൈഹ മലായികത്തുൻ, ആ നരകത്തിന്റെ മേൽ മലക്കുകളുണ്ട്. ഗിലാദുൻ ശിദാദുൻ, പരുഷന്മാരും കഠിനന്മാരുമായ മലക്കുകൾ. അപ്പൊ ചുരുക്കത്തിൽ മറ്റു മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ആ നരകത്തിന്റെ സ്വഭാവത്തിനും അതിന്റെ കാവൽക്കാർ എങ്ങനെയായിരിക്കണം, അവരുടെ പ്രകൃതം എന്നതൊക്കെ അള്ളാഹു കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ പ്രകൃതത്തെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സംബന്ധിച്ചാണ് ഈ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ വചനങ്ങളിലൊക്കെ അള്ളാഹു നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നരകത്തിന്റെ കാവൽക്കാർ നരകത്തിലേക്ക് അവർ എറിയപ്പെടുന്ന വേളയിൽ, അഥവാ നരകവാസികളെ ഈ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ നരകത്തിലേക്ക് അവർ എറിയുമ്പം ആ മലക്കുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവദൂതന്മാർ, താക്കീതുകാർ വന്നില്ലായിരുന്നോ? അപ്പൊ അവര് നൽകുന്ന മറുപടി എന്താ അറിയോ? ഖാലു ബല ഖദ് ജാഅനാ നദീർ, അതെ ഞങ്ങൾക്ക് താക്കീതുകാർ, മുന്നറിയിപ്പുകാർ വന്നിരുന്നു. അപ്പൊ അവര് സമ്മതിക്കുകയാണ്. മാത്രമല്ല, അപ്പോൾ ആ മുന്നറിയിപ്പുകാരെ, താക്കീതുകാരെ എങ്ങനെയാണ് തങ്ങൾ എതിരേറ്റത്? അതാണ് പറയുന്നത്. ബൽ കദ്ദബ്ന, ഞങ്ങൾ അവരെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഞങ്ങൾ പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ,
അള്ളാഹു ഇങ്ങനത്തെ ഒന്നും ഇറക്കിയിട്ടില്ല. ഇന്നന്തും ഇല്ല ഫീ ളലാലിൻ കബീർ, നിങ്ങൾ വലിയ വഴികേടിലാണ് എന്നാണ് ആ പ്രവാചകന്മാരോട്, ദൈവദൂതന്മാരോട് ഞങ്ങൾ പ്രതികരിച്ചത്. അപ്പൊ നിഷേധികളാവുകയും പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്തതുകൊണ്ടാണ് തങ്ങൾ ഈ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ഉള്ള കാരണം എന്ന് അവർ സ്വയം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ആ നരകത്തിന്റെ മലക്കുകളുടെ പരുഷമായ സ്വഭാവം. രണ്ടാമത്തേത്, നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഓരോ മനുഷ്യനും താൻ ഈ നരകത്തിന് അവകാശിയാണ് എന്ന് അവന് ബോധ്യപ്പെടുകയാണ്. കാരണം ദുനിയാവിലുള്ള ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും അവൻ നിഷേധിച്ച കാര്യം അവൻ തന്നെ അവിടെ അയവിറക്കുകയാണ്. നരകത്തിലേക്ക് എറിയപ്പെടുമ്പം എന്തുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അവന്റെ തെറ്റിനെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എന്ന് ചുരുക്കം. മാത്രമല്ല, ആ നരകത്തിലേക്ക് എറിയപ്പെടുമ്പം താൻ നിരപരാധി അല്ല എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. അതിനുശേഷം ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള അവസാനത്തെ 2 ആയത്തുകൾ എന്താണെന്ന് നോക്കാം. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. അപ്പൊ ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളോട് ഈ ചോദ്യമൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ മുന്നറിയിപ്പുകാർ വന്നിരുന്നു, ഞങ്ങൾ അവരെ നിഷേധിച്ചു തള്ളി, അള്ളാഹ് അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വ്യാജം പറയുകയാണ് എന്നൊക്കെ ഞങ്ങൾ അവരോട് പ്രതികരിച്ചു എന്നൊക്കെ അവര് പറയുമല്ലോ. അപ്പൊ അവരുടെ തെറ്റിന് അവര് തന്നെ എന്ത് ചെയ്യുകയാണ്? അംഗീകരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം, വഖാലു ലൗ കുന്നാ നസ്മൗ ഔ നാഖിലു, അവര് പറയാട്ടോ, സങ്കടത്തോടു കൂടി അവര് പറയാ, ലൗ കുന്നാ നസ്മൗ ഔ നാഖിലു, ഞങ്ങൾ ആ പ്രവാചകന്മാരെ കേൾക്കുകയും അങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഈ നരകത്തിന്റെ ആളുകളാകുമായിരുന്നില്ലല്ലോ ഞങ്ങൾ എന്നവർ ഖേദത്തോടു കൂടി പറയുകയും ചെയ്യും. മാത്രമല്ല ഫഅ്തറഫൂ ബിദംബിഹിം, അപ്പോൾ അവരുടെ ആ കുറ്റം, അവർ ചെയ്ത തെറ്റിനെ അവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. സുഹഖൻ, അപ്പൊ ബിദംബിഹിം ഫസുഹഖൻ ലി അസ്ഹാബി സഈർ. അപ്പൊ അല്ലാഹു പറയാ ഫസുഹഖൻ ലി അസ്ഹാബി സഈർ, ആ നരകത്തിന്റെ ആളുകൾക്ക്, അതിന്റെ അവകാശികൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പടച്ചവൻ ആ സമയത്ത് പറയുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അപ്പൊ എല്ലാം സമ്മതിച്ച് തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നും ആ തെറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ ആ നീതിമത്തായ വിധിയും ഓരോ മനുഷ്യനും ആ നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ താൻ ഇതിന് അവകാശപ്പെട്ടതാണ് എന്ന് അവൻ സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഈ ചോദ്യത്തിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലു അഹദുൻ അന്നാറ ഇല്ലാ വഹുവ യഅലം അന്നന്നാറ ഔലാ ബിഹി മിനൽ ജന്ന. നബി തിരുമേനി പറഞ്ഞ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല, എങ്ങനെയല്ലാതെ അവൻ മനസ്സിലാക്കിയിട്ടല്ലാതെ സ്വർഗത്തേക്കാൾ ഈ നരകത്തിനാണ് ഞാൻ അർഹതപ്പെട്ടത് അല്ലെങ്കിൽ അവകാശിയായിട്ടുള്ളത് എന്ന് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലാതെ ഒരു നരകവാസിയും നരകത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം എന്താ അറിയോ? ഈ നരകത്തിലേക്ക് എറിയപ്പെടുന്ന വേളയിൽ മലക്കുകൾ അവരോട് ചോദിക്കുകയാണല്ലോ, നിങ്ങൾക്ക് താക്കീതുകാര് ഇങ്ങനെ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന, അള്ളാഹുവിന്റെ വിചാരണയെയും ശിക്ഷയെയും ഒക്കെ കുറിച്ച് താക്കീത് നൽകുന്ന ദൈവദൂതന്മാർ വന്നില്ലായിരുന്നോ? അപ്പൊ അവര് പറയും, അതെ വന്നിരുന്നു, ഞങ്ങൾ അവരെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു, അള്ളാഹ് ഇങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല, ഇതൊക്കെ നിങ്ങൾ വ്യക്തമായ വഴികേടിലാകുന്നു എന്നൊക്കെ ഞങ്ങൾ അവരോട് പ്രതികരിച്ചു. അപ്പോ അവരുടെ തെറ്റുകൾ അവർക്ക് ബോധ്യപ്പെടുകയാണ്. അവർ നിഷേധിച്ചതെന്തോ അതവർ മരണശേഷം പരലോകത്ത് കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് ഫഅ്തറഫൂ ബിദംബിഹിം, അവരുടെ തെറ്റുകൾ അവർ തിരിച്ചറിയുകയാണ്. അപ്പൊ അള്ളാഹു പറയും, ഇനി രക്ഷയൊന്നുമില്ലല്ലോ, ഫസുഹഖൻ ലി അസ്ഹാബി സഈർ, നരകവാസികൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് അള്ളാഹു പറയും. അതിന്റെ അവസാനമായി അള്ളാഹു ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആളുകളെ കുറിച്ച്, അവരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം ഇന്ന് നമ്മൾ വായിച്ച 12-ാമത്തെ
ആയത്തിൽ അള്ളാഹു പറയുന്ന എന്താ അറിയോ? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാരോ അവർക്ക് എന്തുണ്ട്? ലഹും, അവർക്കുണ്ടായിരിക്കും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവും ഉണ്ടായിരിക്കും എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി, അത് നമ്മുടെ ഇബാദത്തുകൾ മാത്രമല്ല, നമ്മുടെ എല്ലാം, നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ ആകുക എന്നതാണ് യഥാർത്ഥത്തിൽ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കുക, അതുപോലെ തന്നെ അവന്റെ ദൃഷ്ടാന്തങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. അങ്ങനെ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നാണ് അള്ളാഹു ഇവിടെ ഈ ആയത്തിന്റെ അവസാനത്തിൽ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം പരലോകത്തുണ്ടായിരിക്കും. രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനം ഉണ്ടായിരിക്കും. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും ഉണ്ടായിരിക്കും. അത്തരം ആളുകൾക്ക് വേറെയും പല രക്ഷാമാർഗങ്ങൾ പരലോകത്ത് അള്ളാഹു അവർക്ക് നൽകുമെന്ന് പറയുന്ന ഹദീസുകളുമുണ്ട്. 7 വിഭാഗം ആളുകൾക്ക് പരലോകത്ത് അള്ളാഹു പ്രത്യേകമായി തണൽ നൽകും. മറ്റൊരു തണലുമില്ലാത്ത ദിവസം മഹ്ശറയിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ നൽകുമെന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. ആ 7 വിഭാഗത്തിൽ 2 കൂട്ടരെ കുറിച്ച് ഈ ആയത്തിന്റെ വിശദീകരണത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ്. അവരിലൊരു കൂട്ടർ റജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ ദാത്തു മൻസുബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അതായത് കുലീനത്വവും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് അവരുടെ ഇംഗിതത്തിന് വേണ്ടി അയാളെ ക്ഷണിച്ചപ്പോ അയാൾ പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിന്നവൻ. അവൻ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടതാണല്ലോ. അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ തന്നെ രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾക്ക് സഹായം നൽകുമ്പോൾ ആ വലതു കൈ കൊണ്ട് നൽകുന്നത് ഇടതു കൈ പോലും അറിയാത്ത രീതിയിൽ അദൃശ്യമായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ലോകമാന്യമോ പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ വളരെ ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുന്നതിന്റെ അടയാളങ്ങളാണ്. അവർക്ക് പരലോകത്ത് വലിയ പ്രതിഫലവും പാപമോചനവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പ്രത്യേകമായ തണലും അവർക്ക് ലഭിക്കുമെന്നൊക്കെ ഈ നരകവാസികളെ കുറിച്ചും അവരുടെ ശിക്ഷയെക്കുറിച്ചും അവരുടെ കുറ്റസമ്മതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ ശേഷം അള്ളാഹു സത്യവിശ്വാസികളോട് പറയാ, അപ്പൊ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് പാപമോചനം അതുപോലെ തന്നെ മഹത്തായ പ്രതിഫലം, വലിയ പ്രതിഫലം അവർക്കുണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും വളരെ കൃത്യതയോടെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഈ 6 മുതൽ 12 വരെയുള്ളത്. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ബാക്കി ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.